ചതിച്ചല്ലോടാ നീ. ഇവിടെയാണെങ്കിൽ പെട്രോൾ പമ്പും ഇല്ല, ഒന്നുമില്ല. നീ എന്നെ ഇതുവരെ ചതിച്ചിട്ടില്ലല്ലോടാ പൊന്നെ. പിന്നെ എന്തിനാ നീ എന്നെ ചതിച്ചത്? ചേടാ, പെട്രോൾ പമ്പ് ഇവിടെ അടുത്തെങ്കിലും പെട്രോൾ പമ്പ് ഇല്ലല്ലോ. ഇപ്പൊ ആരോട് ചോദിക്കും? മോനെ, ഇവിടെ എവിടെയാണ് പെട്രോൾ പമ്പ്? എവിടുന്ന്? കൊറേ പോണ? കുറച്ചങ്ങോട്ട് പോയിട്ട് ലെഫ്റ്റിലോട്ട് ഒരു വഴിയുണ്ട്, അവിടുന്ന് നേരെ പോണം. അപ്പൊ അങ്ങോട്ട് ആ ഇത് കാണുമ്പോ അപ്പുറത്തെ സൈഡിലും പെട്രോൾ പമ്പ്. ആണോ? ഓക്കേടാ, താങ്ക് യു. ചതിച്ചു കളഞ്ഞല്ലോടാ നീ. ഇതുവരെ നീ എന്നെ ചതിച്ചിട്ടില്ലല്ലോ. ഒന്ന് തീരും മുമ്പേ ഒന്ന് അറിയിക്കണ്ടായിരുന്ന? എന്ത് പരിപാടിയാടാ കാണിച്ചത് നീ? എനിക്ക് എന്ത് ഇഷ്ടാന്നറിയാവോ നിന്നെ? ഞാൻ എന്തുമാത്രം നിന്നെ സ്നേഹിച്ചെന്നറിയാവോ? നീ നമ്മളെ ചതിച്ചു കളഞ്ഞു. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ എന്താ ചെയ്യുക? ഇപ്പൊ നമ്മൾ എങ്ങനെ വീട്ടിൽ പോവും? ഞാനാണെങ്കിൽ ഒന്നും കഴിച്ചിട്ടുമില്ല. എന്ത് ചെയ്യാനാ നമ്മളിപ്പോ? എന്തെങ്കിലും പറ. ഇവിടെ പെട്രോൾ പമ്പൊന്നും അടുത്തില്ലെന്നാ പറയണത്. ഇനി നമ്മൾ വന്ന വഴിയെ തിരിച്ചു പോണമെന്നാ പറയണത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ കൊച്ചിനോട് ചോദിച്ചപ്പോ ആ കൊച്ചു പറഞ്ഞു കേട്ടാ, ഇവിടുന്ന് കുറെ അങ്ങോട്ട് പോണം. ഇപ്പൊ ഒരു പണി ചെയ്യാം, നമുക്ക് തള്ളി നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഇനി എന്നെ ചതിക്കരുത് കേട്ടാ. നീ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. ഇത്ര നാളായിട്ട് നീ എന്നെ ചതിച്ചിട്ടില്ല. പിന്നെ എന്തിനാ നീ എന്നെ ചതിക്കണത്? ഞാൻ നിന്നെയും ചതിച്ചിട്ടില്ലല്ലോ. എല്ലാ ദിവസവും ഡെയിലി 100 രൂപയ്ക്ക് അടിച്ചു തരുന്നതല്ലേ നിനക്ക്? കുറഞ്ഞു പോയാ അത്? നമുക്ക് തള്ളിപ്പോവാം, അതല്ലേ ഏറ്റവും നല്ലത്. ഇപ്പൊ നിനക്കും ഭക്ഷണം വേണം, എനിക്കും ഭക്ഷണം വേണം. എനിക്ക് നല്ലപോലെ വിശക്കണമുണ്ട്. ഞാനിപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് നീ പറ. ആൾക്കാരൊക്കെ നോക്കി പോണ കണ്ട, എല്ലാരും നോക്കി പോവുകയാണ്. പറ, എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്? എന്നെ വഴിയിലാക്കിയില്ലേ? എന്നെ വഴിയാക്കി, നീയും വഴിയിലായി. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഭക്ഷണം ഇല്ലാതെ ഇനി പോകാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? പറയടമാനെ, തള്ളിപ്പോണ? ശരിയെന്നാ, നമുക്ക് തള്ളിക്കൊണ്ട് പോകാം അല്ലേ?